പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലേ? ചെങ്കൊടിക്കു കാവലായി ചെങ്കനൽ കണക്കൊരാൾ. പഴയ പാട്ടാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസോസിയേഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ടുള്ള പാട്ട്. അത് സ്വാഗതഗാനമായിരുന്നു. ആ പാട്ടെഴുതിയ കക്ഷിയെ ഇന്നിപ്പോൾ കക്ഷിക്കെതിരെ ഒരു നീക്കം നടക്കുകയാണ്. ആ വാർത്തയാണ് ഇനി വരാൻ പോകുന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന്റെ അനധികൃത നിയമനത്തിനെതിരെ ഫയലിൽ വിയോജനക്കുറിപ്പ് എഴുതിയ ജീവനക്കാരനെതിരെ സംഘടനാ നടപടി. ധനവകുപ്പിലെ സെക്ഷൻ ഓഫീസറായ റാസി പോത്തൻകോടിനെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർവാഹക സമിതിയിൽ നിന്ന് പുറത്താക്കി. അധിക നിയമനത്തിന്റെ ഫയൽ താൽക്കാലിക ജോലിക്കുള്ള അപേക്ഷ കിട്ടുന്നതുവരെ റാസി പോത്തൻകോട് പിടിച്ചുവച്ചിരുന്നു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവ് ശശിധരന്റെ പരാതിയിലാണ് റാസിക്കെതിരായ നടപടി. ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, ചിത്രസേനനെ തൊട്ടാൽ സംഘടനയിൽ നിന്ന് പുറത്തു പോകും എന്നതാണോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ റാസി ചെയ്ത കുറ്റം? ഉറപ്പായും ഈ പിന്നണിയിൽ നമുക്ക് ആ പാട്ടും കൂടി ഒന്ന് വെക്കാമായിരുന്നു. അതായത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പാട്ടായിരുന്നു നമ്മളെല്ലാവരും കേട്ടതുപോലെ. അത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലായിരുന്നു. മുഖ്യമന്ത്രി ആ യോഗത്തിലേക്ക് കയറി വരുമ്പോഴും ഇറങ്ങിപ്പോകുമ്പോഴും ആ പാട്ടുകളായിരുന്നു സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രവർത്തകർ അവിടെ നിന്ന് കൂടി നിന്ന് ആലപിച്ചത്. അത് എഴുതിയ ആൾ പൂവത്തൂർ ചിത്രസേനായിരുന്നു. പൂവത്തൂർ ചിത്രസേനൻ നേരത്തെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നേതാവായിരുന്നു, സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനായിരുന്നു. ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയതായത് വിരമിച്ചതിന് ശേഷം പൂവത്തൂർ ചിത്രസേനനെ തിരിച്ച് സെക്രട്ടേറിയറ്റിലെ ഒരു താൽക്കാലിക ജീവനക്കാരനായി കൊണ്ടുവരാനുള്ള വലിയ നീക്കം നടത്തി. അങ്ങനെ 2024 ഏപ്രിൽ മാസം 24-ന് നിയമന ശുപാർശ തയ്യാറാവുകയും ചെയ്തു. പക്ഷേ ആ സമയത്താണ് ഫയൽ ഈ റാസി പോത്തൻകോടിൻ്റെ മുന്നിൽ വരുന്നത്. റാസി പോത്തൻകോട് ഒന്ന് ഫയലിൽ നോക്കുമ്പോഴേക്ക് അങ്ങനെ ഒരു അപേക്ഷയില്ലാത്ത ഒരാൾക്ക് താൽക്കാലിക നിയമനം കൊടുക്കാൻ പോകുന്നു. റാസി പോത്തൻകോട് ആ ഫയൽ പിടിച്ചുവെച്ചു. ആ ഫയൽ പിടിച്ചുവെച്ചതിന് ശേഷമാണ് പൂവത്തൂർ ചിത്രസേനൻ്റെ അപേക്ഷ നിയമന ശുപാർശ കിട്ടി തൊട്ടടുത്ത ദിവസം, അതായത് 2024 ഏപ്രിൽ മാസം 24-ാം തീയതി നിയമനത്തിനുള്ള ഉത്തരവ് തയ്യാറാകുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം 2024 ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് പൂവത്തൂർ ചിത്രസേനൻ ജോലിക്കായി അപേക്ഷ കൊടുക്കുന്നത്. അതായത് അപേക്ഷയില്ലാതെ ജോലി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ റാസി പോത്തൻകോടിനെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നിർവാഹക സമിതിയിൽ നിന്ന് പുറത്താക്കുകയാണ്. ഇതേ ശശിധരൻ, അതായത് നിയമന ഉത്തരവ് തയ്യാറാക്കിയ ഇതേ ശശിധരൻ തന്നെയാണ് സംഘടനയ്ക്ക് പരാതി കൊടുത്തത്. ഇന്നലെ ചേർന്ന യോഗം, ആ യോഗത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായത്. സംഘടനയിൽ ഇത് വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. വലിയ തോതിലുള്ള വിമർശനം പരസ്പരം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ വാർത്ത പുറത്തേക്ക് വരികയും ചെയ്ത്. എന്തായാലും പിണറായിയെ വാഴ്ത്തുപാട്ട് പാടി പ്രകീർത്തിച്ച ആൾക്കെതിരെ ഒന്നും മിണ്ടാൻ പാടില്ല എന്ന രീതിയിലേക്ക് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മാറി എന്നുള്ളതാണ് അരുൺ ഇതിൻ്റെ ചുരുക്കം. ഓക്കെ, ചുരുക്കത്തിൽ ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലായല്ലോ. സെക്രട്ടേറിയറ്റിൽ ഒരുപാട് ഫയലുകൾ പല കാര്യങ്ങളാലും പിടിച്ചു വയ്ക്കപ്പെടുന്നുണ്ട്. ചിലത് ന്യായമായി പിടിച്ചു വയ്ക്കുന്ന ഫയലുകളുണ്ടാവും, ന്യായമല്ലാത്ത കാര്യങ്ങളിലും. അതിനെതിരെ ഒന്നും നടപടിയില്ല. ഇവിടെ റാസി പോത്തൻകോട് അപേക്ഷയില്ലാതെ ജോലി കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുവേണ്ടി ഫയൽ പിടിച്ചു വെച്ചു. ആ ഫയൽ പിടിച്ചു വെച്ചു മാത്രവുമല്ല, നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ടി വി പ്രസാദ് തന്നെ പുറത്തുവിട്ട വാർത്തയാണ്, പൂവത്തൂർ ചിത്രസേനൻ ജോലിയിൽ പ്രവേശിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തത്. മനസ്സിലായില്ലേ? ജോലിക്ക് നിയമനം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുത്ത വിചിത്രമായ കേസായിരുന്നു അത്. അപ്പോൾ ആ കേസിൽ അദ്ദേഹം റാസി പോത്തൻകോട് ഇടപെട്ടു. ആ റാസി പോത്തൻകോടിനെയാണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർവാഹക സമിതിയിൽ നിന്ന്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ചെങ്കൊടിക്കു കാവലാൾ അല്ലേ? അപ്പോൾ അത് അസോസിയേഷനിൽ തന്നെ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം കാര്യങ്ങളൊന്നും അസോസിയേഷൻ ശ്രദ്ധിച്ചു വേണ്ട ചെയ്യാൻ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അംബാനി?